ഒടുവിൽ ടി.കെ. ഗോവിന്ദൻ ഔട്ട്. CPMൽ നിന്ന് പുറത്താക്കി. പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചതിന് ടി.കെ. ഗോവിന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി CPM. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടിക്കെതിരെ ടി.കെ. ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയത് പച്ച നുണപ്രചരണമാണ്. CPM മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കൂട്ടായ തീരുമാനപ്രകാരമാണ്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥിയായത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, KK രാഗേഷ് പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും ആകെ ഉയർന്നു വന്ന പേര് PK ശ്യാമളയുടേത് മാത്രമാണ്. ബന്ധുത്വം പരിഗണിച്ച് പാർട്ടി ആരെയും സ്ഥാനാർത്ഥിയാക്കാറില്ല. PK ശ്യാമള സാധാരണ വ്യക്തിയല്ല, നീണ്ട വർഷത്തെ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. പാർട്ടി തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ ഉയർന്നു വരേണ്ട പേര് തന്നെയാണ് ശ്യാമളയുടേത്. പാർലമെന്ററി മോഹങ്ങൾ വെച്ച് നടക്കുന്ന വ്യക്തിയാണ് ടി.കെ. ഗോവിന്ദൻ. അധികാരമോഹം കൊണ്ട് UDFന് വിടുപണി ചെയ്യുകയാണ് ടി.കെ. ഗോവിന്ദനെന്നും KK രാഗേഷ് പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർക്ക് തളിപ്പറമ്പിൽ മത്സരിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഒഴികെ ആരും ഗോവിന്ദൻ മാഷുടെ പേര് പറഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മാത്രമല്ല, ഒരു യോഗത്തിലും മാഷുടെ പേര് ഉയർന്നു വന്നില്ല. ഓരോരുത്തരുടെയും അംഗീകാരം മനസ്സിലാക്കേണ്ട വിനയം ടി.കെ. ഗോവിന്ദൻ കാണിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ട പരിഗണന എല്ലാ സമയത്തും പാർട്ടി കൊടുത്തു. ടി.കെ. ഗോവിന്ദൻ പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിൽപ്പെട്ടിരിക്കുകയാണ്. അധികാരമോഹവുമായി നടക്കുന്നയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് PK ശ്യാമളയ്ക്കെതിരെ കെട്ടിച്ചമച്ച നുണക്കഥ പ്രചരിപ്പിക്കുകയാണെന്നും KK രാഗേഷ് വ്യക്തമാക്കി. കണ്ണൂരിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് പാർട്ടി നിശ്ചയിച്ചത്. പാർട്ടിക്ക് നൽകിയ സംഭാവന, ചുമതലകൾ എന്നിവ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. PK ശ്യാമള 40 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാവാണ്. പഠനകാലം മുതലേ പാർട്ടി പ്രവർത്തകയാണവരെന്നും രാഗേഷ് പറഞ്ഞു.